എല്ലാവർക്കും നമസ്കാരം. കൺസേൺ ടു കൺവിക്ഷൻ്റെ ഡേ 57. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഹൗ ടു അക്കോമഡേറ്റ് എന്നുള്ളതാണ്. ഹൂം ടു അക്കോമഡേറ്റ്, വൈ ടു അക്കോമഡേറ്റ്, വെൻ ടു അക്കോമഡേറ്റ്, വേർ ടു അക്കോമഡേറ്റ്. ഈ 4 W നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നൗ കമ്മിങ് ടു ദ 5th ക്വസ്റ്റ്യൻ, ഹൗ ടു അക്കോമഡേറ്റ്. എപ്പോഴും നമ്മൾക്കൊരു അക്കോമഡേറ്റിംഗ് നേച്ചർ നല്ലതാണെന്നും നമ്മളൊരു അപ്രോച്ചബിൾ പേഴ്സൺ ആകണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു അക്കോമഡേറ്റിംഗ് നേച്ചർ വേണമെന്നും അതിൻ്റെ ഇമ്പോർട്ടൻസും ആരെ, എന്തിന്, എപ്പോൾ, എവിടെ എന്നുള്ളതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് നമുക്ക് ഒരു അക്കോമഡേറ്റിംഗ് നേച്ചർ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുക? അതിന് നമുക്ക് എളുപ്പത്തിൽ നിങ്ങൾക്ക് ഓർക്കാനായിട്ടാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു വെച്ച സോക്ക് ഇറ്റ് അവേ, മാസ്ക് ഇറ്റ് അവേ ആൻഡ് കീപ്പ് ഇറ്റ് അവേ. അപ്പോൾ നമ്മൾ നമ്മുടെ ബൗണ്ടറീസ് ക്രിയേറ്റ് ചെയ്ത് ആ ബൗണ്ടറീസിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ ചില പോളിസി നമ്മുടെ സമാധാനത്തിന് വേണ്ടി കൺസേൺ ടു കൺവിക്ഷൻ എന്ന് പറയുന്ന ഈ 90 days ജേർണിയിൽ നമ്മൾ പഠിക്കുന്ന പ്രചോദന പീസിന് വേണ്ടി ഡിസ്കസ് ചെയ്യുന്ന ഈ 5 Pകൾ അത് തന്നെയാണ് നമ്മൾ ഈ SMS സിസ്റ്റത്തിൽ, നമ്മുടെ സേഫ്റ്റി മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലേക്ക് ഹൗ ടു അക്കോമഡേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു അക്കോമഡേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സേഫ്റ്റി അറിയുകയും അത് കൃത്യതയോടെ ചെയ്യുകയും ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യണം, മറ്റൊരാൾക്ക് ഒരു അക്കോമഡേറ്റിംഗ് ഒരു പോസിബിലിറ്റി അവിടെ കൊടുക്കാനായിട്ട്. നമ്മുടെ സുരക്ഷ നോക്കിയില്ല എന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മറ്റുള്ളവരെ നമുക്ക് നമ്മുടെ സർവീസ് കൊടുക്കാൻ പറ്റില്ല. നമ്മുടെ നോളജും സ്കില്ലും ഉപയോഗിച്ച് മറ്റൊരാൾക്ക് നമുക്ക് ഹെൽപ്ഫുൾ ആവാൻ സാധിക്കില്ല. അതിനാദ്യം നമ്മുടെ ആ ഒരു മീ ടു മീ കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ആവണം. ഇന്നലെ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിൽ നമ്മൾ പറഞ്ഞു വെച്ചു, ആ മീ ടു മീ കറക്റ്റായാൽ മാത്രമേ നമ്മുടെ ഉള്ളിനുള്ളിൽ സമാധാനമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സമാധാനം നമ്മളിൽ നിന്ന് നമ്മുടെ ചുറ്റുമുള്ളവരിലേക്ക് റേഡിയേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. സോ ഇത്രയും നേരം പറഞ്ഞത് നമ്മുടെ ആ ഒരു അക്കോമഡേറ്റിംഗ് നേച്ചറിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ്. ഇനി എങ്ങനെ നമുക്കൊരു അക്കോമഡേറ്റിംഗ് നേച്ചർ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതിന് നമ്മൾ ഫ്ലൈറ്റിലൊക്കെ പോകുന്ന സമയത്ത് എപ്പോഴും ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യമാണ്, അവരുടെ ആ ഒരു സേഫ്റ്റി പ്രോട്ടോക്കോൾസ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഓക്സിജൻ മാസ്കും ഇതും നമ്മൾ വെച്ചതിന് ശേഷം വേണം നമ്മുടെ കുട്ടികൾക്കും ഇവർക്കും വയ്ക്കാൻ എന്നുള്ളത് നമ്മൾ കേൾക്കുന്നുണ്ട് അല്ലേ. അതുതന്നെ ഏവിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പഠിപ്പിക്കുന്ന സേഫ്റ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം 5 Pillar സേഫ്റ്റി മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് ഏവിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ പഠിപ്പിക്കുന്നത്. അത് തന്നെയാണ് നമ്മൾ ഹൗ ടു അക്കോമഡേറ്റ് എന്നുള്ള ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കാനും ശ്രമിക്കുന്നത്. അതിന് ഫസ്റ്റ് പില്ലറിൽ പറയുന്നത് സേഫ്റ്റി പോളിസി ആൻഡ് ഒബ്ജക്റ്റീവാണ്. നമ്മൾ ഏതൊരു കാര്യവും ചെയ്യാൻ പോകുമ്പോൾ, അത് ഒരു അക്കോമഡേറ്റിംഗ് നേച്ചർ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പോകുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവും പ്ലാനിങ്ങും നമുക്ക് വേണം. എൻ്റെ ഹങ്കർ എന്താണ്? എല്ലാവർക്കും ഹങ്കറുണ്ട്, എല്ലാവർക്കും ഡിസയേഴ്സ് ഉണ്ട്. അതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ചോയ്സാണ്. അത് അപ്സ്കിൽ ചെയ്ത് എലിവേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കണം. ഡേ ടു ഡേ ലൈഫിൽ ഉണ്ടാകുന്ന ഇറിറ്റേഷൻസ്, ദാറ്റ് ഈസ് എ എൻട്രി പോയിൻ്റ് നമ്മൾ പറഞ്ഞു. അത് എക്സ്പ്ലോർ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൽ നിന്ന് ഇവോൾവ് ചെയ്തിട്ട് നമ്മളെ എലിവേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. സോ എൻ്റെ സേഫ്റ്റി പോളിസി, മറ്റൊരാൾക്കും ആ പോളിസി അതിൻ്റെ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യാൻ പറ്റില്ല. അത് നമ്മുടെ ഹങ്കറിൻ്റെ അനുസരിച്ച് നമ്മുടെ സർവൈവൽ നീഡ് എന്താണ്, എൻ്റെ ലവ് നീഡ് എന്താണ് എന്ന് ഞാൻ മനസ്സിലാക്കി ഞാൻ സെറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് എൻ്റെ സേഫ്റ്റി പോളിസിയും ഒബ്ജക്റ്റീവും. അങ്ങനൊരു കാര്യം നമ്മൾ സെറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു തരാൻ മാത്രമേ മറ്റൊരാൾക്ക് സാധിക്കുകയുള്ളൂ. എൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് എൻ്റെ ജനറൽ സേഫ്റ്റി പോളിസി ഞാൻ തയ്യാറാക്കേണ്ടതാണ്. സോ അതിന് കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങും പ്രയോറിറ്റൈസിങ്ങും നമ്മൾ ചെയ്യേണ്ടതുണ്ട്. സോ അത് നമ്മുടെ മാത്രം ചോയ്സാണ്. അത് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഉണ്ടാകുന്ന നമ്മുടെ ഇൻട്രാക്ഷൻസിൽ നിന്ന് നമുക്ക് കൺസേൺസ് ജനറേറ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് മനസ്സിലാക്കി അതിന് കൃത്യമായിട്ടുള്ള ഒരു പ്രയോറിറ്റൈസിങ്ങും പ്ലാനിങ്ങും നമ്മൾ നടത്തണം. ഇനി അതിന് നമ്മുടെ ഈ ഒരു 4 step സ്ട്രാറ്റജി കൃത്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി രണ്ടാമത്തെ സേഫ്റ്റി പില്ലർ എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും
നമ്മുടേതായിട്ടുള്ള ഒബ്ജക്റ്റീവും പ്ലാനിങ്ങും എന്താണ് എൻ്റെ നീഡ് എന്ന് മനസ്സിലാക്കി അതെന്തിനു വേണ്ടി ഞാൻ ചെയ്യുന്നു എന്നുള്ളതും ഉൾക്കൊണ്ട് എൻ്റേതായിട്ടുള്ള ഒരു സ്ട്രാറ്റജി നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് തുടക്കത്തിൽ പരിചയപ്പെടുത്തിയ പോലെ ഓഡ ലൂപ്പ് എന്ന് പറയുന്ന ദേബാശിഷ് ചാറ്റർജിയുടെ ഒരു സ്ട്രാറ്റജി. ഓഡ ലൂപ്പ് ഇതാണ്. നമ്മൾ ഒബ്സർവ് ചെയ്യണം, ഓറിയൻറ്റ് ചെയ്യണം, എന്നിട്ട് ഡിസൈഡ് ചെയ്യണം, ദെൻ ആക്ട്. സോ ഏർലി ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് റെക്കഗ്നീഷനാണ് ഈ റിസ്ക് അസസ്മെൻറ്റും നമ്മൾ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നുള്ളത്. സോ സേഫ്റ്റി റിസ്ക് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജി സ്പെസിഫിക് ആയിട്ടുള്ളത് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അതിപ്പോൾ പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും അതെ, ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഇൻട്രാക്ട് ചെയ്യണതാണെങ്കിലും അതെ, ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്ത് ഇൻട്രാക്ട് ചെയ്യുമ്പോഴാണെങ്കിലും അതെ, നമ്മുടെ കമ്മ്യൂണിക്കേഷനിലും നമ്മുടെ ലേണിങ്ങിലും എല്ലാം തന്നെ നമ്മൾ കൃത്യതയോടെ നമ്മുടെ ഒബ്ജക്റ്റീവ്സും നീഡ്സും പ്ലാനിങ്ങും പ്രയോറിറ്റൈസിങ്ങും ഫുൾഫിൽ ചെയ്യുന്ന രീതിയിൽ ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യണം. ഈ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒറ്റ കാര്യമേ ഉള്ളൂ. അത് വളരെയധികം ഒരു എന്താ പറയുക ഇമാജിനറി സെറ്റപ്പിലുള്ള ഒരു സ്ട്രാറ്റജി ആയിരിക്കരുത്. നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കണം. സോ സയൻറ്റിഫിക് ആയിരിക്കണം, സെൻസിബിൾ ആയിരിക്കണം, അത് സസ്റ്റൈനബിൾ ആയിരിക്കണം, നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അപ്പോൾ അങ്ങനെ വേണം നമ്മുടെ ആ ഒരു ഏർലി ഐഡൻറ്റിഫിക്കേഷനും റെക്കഗ്നീഷനും ഒരു സ്ട്രാറ്റജി നമ്മുടേതായിട്ടുള്ളൊരു സേഫ്റ്റി റിസ്ക് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജി നമ്മൾ ഡെവലപ്പ് ചെയ്യണം. കാരണം എന്താ, ലൈഫിൽ എന്തായാലും കൺസേൺസ് ഉണ്ടാവും. ആ കൺസേൺസിനെ ഒരു ചാലഞ്ചായിട്ട് കണ്ട് മുന്നോട്ട് പോകാൻ നമ്മളെ തയ്യാറാക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഓക്കെ, ദാറ്റ് ഈസ് എ സെക്കൻഡ് പില്ലർ. ഫസ്റ്റ് സേഫ്റ്റി പോളിസി ആൻഡ് ഒബ്ജക്റ്റീവ് ആയിരുന്നു. സെക്കൻഡിൽ സേഫ്റ്റി റിസ്ക് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുന്നതാണ്. ഇനി മൂന്നാമത്തത് സേഫ്റ്റി അഷ്വറൻസ് ആണ്. ഇവിടെ എന്താ, നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ച കാര്യങ്ങൾ, നമ്മൾ ഡെവലപ്പ് ചെയ്ത സ്ട്രാറ്റജി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ്. നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ആ പെർഫോമൻസ് നമ്മൾ മോണിറ്റർ ചെയ്യണം. നമ്മുടെ 5P പോളിസി ഓഫ് പ്രചോദന പറഞ്ഞതുപോലെ അവിടെയുണ്ട് പ്രിപ്പറേഷനും പ്ലാനിങ്ങും പ്രയോറിറ്റൈസിങ്ങും ആ ഒരു പെർസിസ്റ്റൻസോടുകൂടി നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ പെർഫോമൻസും നമ്മുടെ പ്രോഗ്രസ്സും ഉണ്ടാവുന്നത്. സോ സെയിം തിങ് നമ്മൾ ഈ ഡെവലപ്പ് ചെയ്തിട്ടുള്ള കാര്യം നമ്മൾ ആ ഒരു ഇംപ്ലിമെൻറ്റേഷനിലേക്ക് വരുമ്പോൾ അത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് എനിക്കത് ബെനിഫിറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കൃത്യതയോടെ റിവ്യൂ ചെയ്യണം. അതാണ് ഈ സേഫ്റ്റി അഷ്വറൻസിൽ. ഫസ്റ്റ് പോളിസി നമ്മൾ പ്ലാൻ ചെയ്തു, രണ്ടാമത്തതിൽ നമ്മളത് സ്ട്രാറ്റജിയായിട്ട് ഡെവലപ്പ് ചെയ്തു, മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മളത് ആ സേഫ്റ്റി അഷ്വറൻസ് ആണ് അവിടെ നടക്കുന്നത്. ആ ചെക്കിങ് ആൻഡ് റിവ്യൂ ആണ് അവിടെ. അത് കൃത്യമായിട്ട് ഓക്കെ ആണോ അല്ലയോ എന്നുള്ള മാനേജ്മെൻറ്റ് സ്ട്രാറ്റജി ഇഫക്റ്റീവ് ആണോ എന്നുള്ളത് അസസ് ചെയ്ത് നോക്കുന്നു. ഇനി ഫോർത്ത് സ്റ്റേജിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളത് സേഫ്റ്റി പ്രൊമോഷൻ ആൻഡ് ഷെയറിംഗ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഇഫക്റ്റീവാണ്, അതായത് ഇപ്പോൾ റീഡിങ്, റൈറ്റിംഗ്, ലിസ്ണിങ്, സ്പീക്കിംഗ് എന്ന് പറയുന്ന ഈ 4 കാര്യങ്ങളും പ്രചോദന ബുക്ക് ക്ലബിലൂടെ നടക്കുന്നുണ്ട് എന്നുള്ളതും 62 മാസത്തിലൂടെ കടന്നുപോയ ഞങ്ങൾ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ റീഡിങ്, റൈറ്റിംഗ്, ലിസ്ണിങ് ആൻഡ് സ്പീക്കിംഗ് എന്ന് പറയുന്ന 4 ഇംപ്ലിമെൻറ്റേഷൻ സ്ട്രാറ്റജി ദാറ്റ് ഡെഫിനറ്റ്ലി നമ്മുടെ മൈൻഡിനെ റിഫൈൻ ചെയ്യാനുള്ള ഒരു സൂപ്പർ ഹ്യൂമൻ സ്കില്ലാണ് എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് ഞങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ ഒരു തോട്ട് പ്രോസസ്സ് ഞങ്ങളിലേക്ക് വരുന്നത് അത് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് കൊണ്ടാണ്. ഈ ഒരു പ്രചോദന ബുക്ക് ക്ലബിലൂടെ ഞങ്ങൾക്കിത് സാധ്യമാകുന്നുണ്ട്. സോ ഇറ്റ് ഈസ് എൻ എഫക്റ്റീവ് സേഫ്റ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നുള്ളത് ഞങ്ങളുടെ എക്സ്പീരിയൻസാണ് നിങ്ങൾ ഓരോരുത്തരുടെ മുമ്പിലേക്കും വയ്ക്കുന്നത്. സോ ആ ഒരു കണക്റ്റിംഗ് ഹാബിറ്റാണ് നമുക്ക് ഈ കാര്യങ്ങളിൽ 4 സ്റ്റെപ്പ് ഇംപ്ലിമെൻറ്റേഷൻ സ്ട്രാറ്റജിയിലൂടെ നമുക്ക് സാധിക്കുന്നത്. അത് തന്നെയാണ് നമ്മുടെ സേഫ്റ്റി മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലും വരുന്നത്. സോ നമ്മുടെ ആ ഒരു എന്താ പറയുക, മറ്റുള്ളവരെ ലിസൺ ചെയ്യാനും അവരെ റെസ്പെക്റ്റ് ചെയ്യാനും അക്സെപ്റ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും എൻകറേജ് ചെയ്യാനും സിറ്റുവേഷൻസ് ഫേവറബിൾ അല്ലാതെ വരുമ്പോൾ ആ ഡിഫറൻസസിനെ നെഗോഷിയേറ്റ് ചെയ്ത് ഒരു ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്ന
ചോയ്സ് തിയറിയുടെ ആ കണക്റ്റിംഗ് ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു SMS സേഫ്റ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം വി നീഡ് ടു ഡെവലപ്പ്. പ്രോബ്ലംസ് എന്താവും, അതിനെ കാർ അപ്രോച്ച് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചേഞ്ച് വാട്ട് യു ക്യാൻ ചേഞ്ച്, accept the things you can't change and rise above the things you can't change എന്നുള്ള ആ കാർ അപ്രോച്ച്, അക്കോമഡേറ്റിംഗ് നേച്ചർ ഇന്ന് 57ാമത്തെ ദിവസം നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഇത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിലേക്ക് നമുക്ക് പ്രാക്ടീസ് കൊണ്ടുവന്ന് അത് പേഴ്സിസ്റ്റൻ്റായിട്ട് നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ ഡെഫിനറ്റ്ലി പ്രോഗ്രസ് എന്ന് പറയണത് നമുക്ക് സാധ്യമാകുന്ന ഒരു കാര്യമാണ്. ആ പ്രോഗ്രസ് എന്ന് പറയണത് നമ്മൾ ഉടനെ, ഇപ്പം നമ്മളിപ്പോൾ യോഗ ചെയ്യുന്നു, നമുക്ക് ഉടനെ യോഗ ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം നമുക്ക് കിട്ടിയെന്ന് വരില്ല അല്ലേ? അതുപോലെ ഇന്നിപ്പോൾ നിങ്ങളിലേക്ക് ഈ ഹൗ ടു അക്കോമഡേറ്റ് എന്നുള്ളത് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഈ SMS സിസ്റ്റം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു ദിവസം വൈകിയതിൻ്റെ തന്നെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ സേഫ്റ്റി മാനേജ്മെൻറ്റ് പ്രോട്ടോക്കോൾസ് ഉണ്ടല്ലോ, അത് നമ്മൾ ഒരിക്കലും വയലേറ്റ് ചെയ്യാൻ പാടില്ല. അത് വയലേറ്റ് ചെയ്തത് കൊണ്ട് ഒരു ഫിസിക്കൽ ഇഷ്യൂ വന്നു. കാരണം നമ്മളിപ്പോൾ ചെടികളിലേക്ക് ഫെർട്ടിലൈസർ ഉപയോഗിക്കുമ്പോൾ ഗ്ലൗസും മാസ്കും ഒക്കെ ഉപയോഗിക്കണം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ എന്നിട്ടും നമ്മൾ ബയോ ഫെർട്ടിലൈസർ അല്ല, ഇറ്റ് വിൽ ബി ഓക്കെ എന്ന് പറഞ്ഞ് ഞാനത് ഉപയോഗിച്ചപ്പോൾ എനിക്കത് ആ ഒരു എന്താ പറയുക, യൂഷ്വലി മാസ്ക് ഉപയോഗിച്ചാണ് ചെയ്യണത്, ഗ്ലൗസ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്, പക്ഷേ ഇറ്റ് ഈസ് ഓക്കെ എന്ന് ഞാൻ ഈ ഒരു ദിവസം വിചാരിച്ചു. പക്ഷേ ആ ഒരു ദിവസം എത്രത്തോളം അതെനിക്ക് സഫറിങ് ആയെന്നും അത് ഒരു ഹോസ്പിറ്റൽ വിസിറ്റിലേക്കും തീർച്ചയായിട്ടും അത് എന്നെ ഫിസിക്കലി എഫക്റ്റ് ചെയ്യുകയും ഒരു വോമിറ്റിങ്ങിലേക്കും ഒരു ഫീവറിലേക്കും ഒക്കെ പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. സോ ഹൗ ടു അക്കോമഡേറ്റ് എന്നുള്ളത് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ ഈ സേഫ്റ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് വയലേറ്റ് ചെയ്യാൻ പാടില്ല. അത് നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെയും മെൻ്റൽ ഹെൽത്തിനെയും എല്ലാം ബാധിക്കും എന്നുള്ളത് അനുഭവത്തിലൂടെയും കൂടെ ഇവിടെ പറഞ്ഞു വയ്ക്കുകയാണ്. വിത്ത് ദാറ്റ് നോട്ട് വി കൺക്ലൂഡ് ഹൗ ടു അക്കോമഡേറ്റ്. താങ്ക് യു.